എന്റെ പേര് ശ്രീലക്ഷ്മി, മഞ്ഞമ്മല എന്നാണ് ഞാൻ വരുന്നത്. മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്. ഞാന് വൺ ടീമില് 4 മാസത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് എടുത്തത്. നസീബ് സാറായിരുന്നു ട്രെയിനർ. സാറിന്റെ ട്രെയിനിങ്ങില് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബിക്കോസ് ഞാനൊരു ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് വേറെ ഒരു ഫീൽഡിലേക്ക്, വളരെ എക്സ്ട്രീംലി വേറൊരു ഫീൽഡിലേക്കാണ് ഞാൻ വന്നത്. സോ സാർ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്ലാസ് റൂമിലെ ഫ്രണ്ട്സ് ആയാലും അതേപോലെ വൺ ടീമിലെ സ്റ്റാഫ്സ് ആയാലും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ടെക്നോളജി ഇപ്പം ഡേ ടു ഡേ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. എൻ്റെ പേര് അശ്വിനി, ഞാൻ തൃശ്ശൂരിലായിരുന്നു. ഞാൻ BCom ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ടാലി ചെയ്തു. പിന്നെയാണ് വൺ ടീം സൊല്യൂഷനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെ ആണെന്ന് തോന്നി. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് സോഷ്യൽ മീഡിയ പോലും ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. വാട്സപ്പൊക്കെ യൂസ് ചെയ്യുമായിരുന്നു, പക്ഷെ ഇൻസ്റ്റയിലൊന്നും ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെയാണ് സോഷ്യൽ മീഡിയനെ പറ്റിയും ഇതിൻ്റെ സ്കില്ലിനെ പറ്റിയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയത്. ഇവിടുത്തെ HR സെക്ഷൻ ഉള്ളതുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ താല്പര്യമില്ലാത്ത എനിക്ക് ഈ ഫീൽഡ് പഠിച്ചിറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡിൽ നിന്ന് ഉള്ളവർക്കായാലും ഈ കോഴ്സ് പഠിച്ചെടുക്കാൻ പറ്റും. എൻ്റെ പേര് ആദിത്യ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ എടുത്തത്. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് താല്പര്യം ഉണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. സീറ്റ് കുറവായിരുന്നത് കൊണ്ട് എനിക്ക് ഒരു ഇലക്ട്രോണിക്സ് എടുക്കേണ്ടി വന്നു. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ ഫീൽഡിൽ ജോലി കിട്ടുക എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഒരു ബേസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത്. വിഷ്ണു സാറിൻ്റെ ഒരു സപ്പോർട്ട് കാരണം എനിക്ക് പൈതലിന് നല്ലൊരു ബേസ് കിട്ടി. നീതു മാമിൻ്റെ ഒരു ഹെൽപ്പ് കാരണം എനിക്ക് HR റൗണ്ട് നല്ലപോലെ ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇനി ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ആദ്യമേ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു സർട്ടിഫിക്കേഷനും കൂടെ ചെയ്യാൻ ശ്രമിക്കുക.